ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു അമ്മൂമ്മയുടെ അടുത്ത് പേരയ്ക്ക മേടിക്കാൻ വന്നതാണ്. ഇതിനെ ഇവിടെ പറയുന്നത് ഗൂജ കൊയ്യ എന്നാണ് പറയുന്നത്. ഗൂജ കൊയ്യ എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് അവർ ഗൂജ കൊയ്യ എന്ന് പറയുന്നത്. ഇതാ കണ്ട. ഞാനപ്പോൾ 2 പ്ലേറ്റ് എനിക്ക് ഒരു കൂറിന് 10 രൂപയാണ് പറയുന്നത്. ഞാനപ്പോൾ എനിക്ക് 2 കൂർ എടുക്കുന്നുണ്ട്. ആ അമ്മൂമ്മ എടുത്ത് ഞാൻ എടുക്കാം. ഇനി നമ്മൾ ഇഷ്ടത്തിനുള്ളത് എടുക്കാം കേട്ടോ. ഇതൊന്നും ഇതെടുക്കാം ഞാൻ. ആകെ കൺഫ്യൂഷനാണ്. ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചുമപ്പാണ് ഉള്ളിൽ കേട്ടോ. ഞാനത് എൻ്റെ പ്ലേറ്റിലിട്ടേക്കാം. അമ്മൂമ്മയ്ക്ക് ഇത് ആദ്യത്തെ കച്ചവടമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും കച്ചവടമൊക്കെ തുടങ്ങണതേ ഉള്ളൂ കേട്ടോ. അത് കാരണം ഞാനും ഇത്തിരി സമാധാനമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതാ 2 പ്ലേറ്റ് അമ്മൂമ്മ ഇട്ട്. അമ്മൂമ്മയ്ക്ക് ഞാൻ 20 രൂപ കാശ് കൊടുത്ത്. അമ്മ തക്കാളി എவ்வளோ അമ്മ? 20 രൂപയാണ് തക്കാളിന്ന്. ഇപ്പം ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് അവസാനം ഞാൻ തക്കാളി മേടിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം ഡാമേജായി പോകുന്നുള്ളതുകൊണ്ട് അവസാനമേ മേടിക്കണത്. ബീട്രൂട്ടെല്ലാം എவ்வளோ அப்பா ഒരു തട്ട്? ബീട്രൂട്ടെല്ലാം എவ்வளோ? ബീട്രൂട്ട് എല്ലാം 10 രൂപ തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനത് കാരണം ഇവിടുത്തെ ഉലുവച്ചീര ഉണ്ട്. ഉലുവച്ചീര 10 രൂപയാണ്. ഇത് അവർ പറയുന്നുണ്ട്. അപ്പുറത്ത് എടുക്കുന്നുണ്ട്. 10 രൂപയുടെ ഉലുവച്ചീരയാണ്. ഇവിടെ ഒരു പുതിയ പച്ചക്കറികൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് എന്നമ്മ പേരെന്നാ? പൂഞ്ചിക്ക എന്നാണ് പറയണത്. ഇതെവിടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓരോ പീസായിട്ടാണ് വെച്ചിരിക്കുന്നത്. അറിയാമല്ലോ, ചുമന്നുള്ളിക്ക് 20 രൂപയേ ഉള്ളൂ ഇവിടെ കേട്ടോ. കോളിഫ്ലവർ ഇഷ്ടംപോലെ ഉണ്ട്. കോളിഫ്ലവർ എவ்வளோப்பா ഉണ്ട്? 30-40. ചെറുതിനെല്ലാം 30 രൂപയും വലുതിനെല്ലാം 40 രൂപയെന്നാണ് പറയണത്. സൈസ് അനുസരിച്ചിട്ടായിരിക്കും വില. ഫ്രഷായിട്ടൊന്ന് തേങ്ങയാണ്. എவ்வளோമ്മ തേങ്ങ വില? 20 രൂപയാണ്. നല്ല ഫ്രഷ് തേങ്ങയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചുമന്ന അവര. ഇതെല്ലാം 10 രൂപയുടെയാണ്. ചൊരയ്ക്ക 15 രൂപയാണ്. ഇത് ഇവിടുത്തെ അമര. ഇതാണ് വെണ്ടയ്ക്ക 10 രൂപയാണ്. എലുമിച്ചമ്പളം എவ்வளோப்பா ഇത്? ഇത്രയും നാരങ്ങ 10 രൂപയേ ഉള്ളൂ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. സ്വർണം പോലെ ഇല്ലേ കണ്ടിട്ട്? എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ ചിന്ന ഉരുളക്കിഴങ്ങ് എவ்வளோப்பா? இந்த ഉരുളക്കിഴങ്ങ് എவ்வளோ? ഓ, ഈ ഉരുളക്കിഴങ്ങിന് 10 രൂപയേ ഉള്ളൂ വില കേട്ടാ. ഹാപ്പിയാണ് ഞാൻ. ഈ കിഴങ്ങിന് ഇവിടെ വെത്തില വള്ളി കിഴങ്ങെന്നാണ് പറഞ്ഞത്. നമ്മളുടെ കാച്ചിലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കാച്ചിലും വലിയ പിടിയില്ലാത്ത ഒരു കിഴങ്ങാണ്. അത് കാരണം കാച്ചിലാണെന്നറിയില്ല. വെത്തില വള്ളി കിഴങ്ങെന്നാണ് അവർ പറയുന്നത്. ഇത് കിലോയ്ക്ക് 60 രൂപ എന്നാണ് പറയുന്നത് കേട്ടാ. നെത്തലിക്കരുവാടും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ മറ്റേ വലിയ മീനിൻ്റെ കഷ്ണങ്ങളായിട്ട് ഇത് അതും ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. ഇതിനെ ഇവിടെ കർണക്കിഴങ്ങെന്നാണ് പറയുന്നത്. ഇത് പിടിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. പിടിക്കരണ എന്നാണ് പറയണത്. ഇത് ഉരുണ്ടയാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മളുടെ ചേന അല്ല കേട്ടോ. ഇത് എவ்வளோப்பா കിലോ വില? 40 രൂപയാണെന്ന് കേട്ടോ. പക്ഷേ ഇത് കിടക്കും. കുറേ നാളെ വെച്ചിരുന്ന് ചെയ്യാൻ പറ്റും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതിൻ്റെ റെസിപ്പീസ് ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്. ഞാൻ ഇനി വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് റെസിപ്പീസ് കാണിച്ചു തരാം. ഇതാ ഇവിടെ കാണുന്നത് പ്രൊവിഷൻ ഐറ്റംസാണ്. ഇത് നമ്മൾ വറുത്തെടുക്കാനുള്ളത്. ഇത് നമ്മളെ സോയാ ചങ്ക്സാണ്. പിന്നെ ഇത് പലതരം കൊണ്ടാട്ടങ്ങളാണ്. ഇവർ പറയണത് ഇതെല്ലാം തന്നെ 20 രൂപയുടെ പാക്കറ്റുകളാണെന്നാണ് പറയുന്നത്. ഈ ചുമന്ന മുളക് ഒക്കെ 20 രൂപയുടെ പാക്കറ്റായിട്ടാണ് കെട്ടി വെച്ചിരിക്കണേ. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പം ഒരാഴ്ചയ്ക്ക് ഓടിക്കാനുള്ളതൊക്കെ ഇതിന്ന് കിട്ടും. അപ്പോൾ ഓടി വന്ന് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് അങ്ങനെ തരുമെന്നാണ് പറയണത്. ഈ പയർ ഞാൻ ഇവിടങ്ങളിൽ മാത്രമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണതാണ്. നമ്മളെ കേരളത്തിൽ അധികം ഇത് ഉപയോഗം കണ്ടിട്ടില്ല. അതിൻ്റെ തന്നെ 2 രീതിയുണ്ട്. ചുമപ്പും ഉണ്ട്, വെള്ളയും ഉണ്ട്. ചുമപ്പ് പച്ചക്കറികളും അത് ഇതിലുമൊക്കെ ചേർത്തിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് വെറുതെ വേവിച്ച് കടുക് വറുത്ത് കഴിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഞാൻ ഈ ഇടയ്ക്കാണ് പഠിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കണ്ട ഉടൻ തന്നെ ആ കാര്യം ഷെയർ ചെയ്യണത്. ഇതൊക്കെ കടലപ്പരിപ്പ് എല്ലാത്തിലും ഇവർ കടുക് വറുക്കണതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട്. ഇതാ ഉഴുന്ന് സ്പ്ലിറ്റാണ്. ഈ സ്പ്ലിറ്റാണ് കടുക് വറുക്കണമെന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ മുഴുവൻ ഉഴുന്ന് അരയ്ക്കാനും ഇത് സ്പ്ലിറ്റ് ഇങ്ങനെ നമ്മളുടെ കടുക് വറുക്കാനും. ഇത് വന്നിട്ട് ഇവിടെ ഒരു കൊണ്ടാട്ടത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. കാസ്റ്റർ ഓയിൽ ഒഴിച്ചിട്ടാണ് അത് കുഴയ്ക്കുന്നത്. അത് വന്നിട്ട് കറിക്ക് കടുക് വറുക്കണതിൻ്റെ ഒപ്പം ഇത് പൊടിച്ചങ്ങിടും. ഇതിങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതെങ്കിലും പൊടിയും. അതിനെ അവർ കറികളുടെ കൂടെ ചേർക്കും. ചില ചീരയുടെ കറികളിലും ഇല്ല. അത് ഭയങ്കര സ്വാദും മണവുമാണ് കേട്ടോ. ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇതെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കായം വാങ്ങിക്കാനുണ്ട്. ഒരു കട്ടയായിട്ടുള്ളത് തന്നെ
മേടിക്കണം. ഇത് പൊടിയാണ്, ഞാൻ പൊടി മേടിക്കാറില്ല, കട്ടയാണ്. ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞ് അകത്തുനിന്ന് എടുപ്പിക്കാം. എന്നിട്ട് ഇത് പുതിയ പുളിയാണ്, വാളംപുളി ഫ്രഷായിട്ട് വന്നിരിക്കുന്നതാണ്. അതെല്ലാം 1 കിലോയുടെയും 1 കിലോയുടെയാണെന്ന് തോന്നുന്നു. ഒരു 150, 160 ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വില വരുന്നത് ഇവിടങ്ങളിൽ. ഞാനത് ചോദിച്ച് വെച്ചിട്ടുണ്ട്. പോകാൻ നേരത്ത് കുറേ കൊണ്ടുപോയത്. നമ്മളെ കായം കട്ട അവിടെ ഇരിപ്പുണ്ട്, ഞാനതെടുക്കും. പിന്നെ ചുമന്ന മുളക് നല്ല ചുമന്നതാണ് കാണുന്നത്, അത് ഞാനൊരു 300, 400 ഞാൻ മല്ലിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ മൾട്ടിപർപ്പസ് നമ്മളുടെ ഓൾ ഇൻ ഓൾ പൊടിക്കാനായിട്ടാണ് ഞാനത് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി അതും ഇതും എല്ലാം എടുത്ത് വെച്ചിട്ട് ഇത് പറയും. നമ്മളെ കുരുമുളകിന് ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് തന്നെ ചില ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇവിടെ അത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. എനിക്കും ചില സ്ഥലത്തു നിന്നും മലഞ്ചരക്കുകളുടെ അവിടെ കേരളത്തിൽ കുറവായിട്ട് കിട്ടാറുണ്ട്. അത് ഞാൻ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. ഈ ചെറിയ കടുകും എല്ലാം ഇരിക്കുന്നുണ്ട്. എല്ലാം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും മിക്സായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ അതും കൂടെ നിങ്ങളടുത്ത് കാണിക്കാം. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വാങ്ങിക്കാം. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഈ കുറച്ച് വാങ്ങിച്ച് ആ ഒരു കറുത്ത ഉരുണ്ടയും മേടിച്ചു. അതൊരു ഡിഷിന് ഇടാനുള്ളതാണ്. അത് 4 എണ്ണം മാത്രം മേടിച്ച് കായം മേടിച്ചു. സ്പ്ലിറ്റ് ഉഴുന്ന് കടുക് വറുക്കാനുള്ളത്, മല്ലി, ഇത് ഇത്രയും എനിക്ക് ആ പൊടിക്കാനുള്ളതിന് ഞാൻ റെഡിയാക്കുക. നല്ല നാടൻ പാവയ്ക്ക കാണുന്നുണ്ട്. അമ്മ പാവയ്ക്ക എവളോ അമ്മ? 1 കിലോ 20 രൂപ. നല്ല അടിപൊളിയാണ്, പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ചുണ്ടയ്ക്ക കാണുന്നുണ്ട, താമരയ്ക്ക, ഇതൊക്കെ വളരെ വിലക്കുറവാണ്. ഇത് നമ്മൾ കുടങ്ങലെന്ന് പറയുന്ന ചീരയില്ലേ, ഇവിടെ ഇത് നല്ല ടേസ്റ്റായിട്ടാണ്. ഞാൻ കൊണ്ടുപോയി വീട്ടിൽ തോരൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടങ്ങളിൽ കൂടുതലും സാമ്പാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെയിന് വളരെ നല്ലതാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കും. ഇത് കുടങ്ങൽ, നല്ലൊരു സാധനം. ഇവിടെ വളരെ ഫ്രഷായിട്ട് സമോസ ഇടാനായിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോണ്ടയൊക്കെയാണ്, മധുരമുള്ളതല്ല എന്നാണ് തോന്നുന്നത്. എല്ലാം എരിവ് തന്നെ അവിടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അവിടെ പരിപ്പ് ഇടയ്ക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ബജ്ജി മുളകിനും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി സാമ്പാർ കൂടിയാണ് അളന്നു കൊടുക്കുന്നത്. എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് റെഡി മിക്സായിട്ട്. ചന്ത ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉണ്ടാവുക. അത് കാരണം ജനങ്ങളെല്ലാം അവർക്ക് ഇവിടങ്ങളിൽ ചന്ത വരുന്ന ദിവസങ്ങളിൽ എല്ലാം അങ്ങ് മേടിച്ചേക്കും. ആ ദിവസങ്ങളിൽ അതാ കണ്ട ഓരോന്നും ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ആ തടിയിൽ ഉണ്ട ഉള്ളതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ചീരയൊക്കെ ഉടയ്ക്കാനായിട്ട്, ചിലതൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് ഉടച്ചെടുക്കും. അതിനാണ് ഞാനത് വെച്ചിട്ട് ചിലതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇവിടങ്ങളിൽ വന്നിട്ട് ഞാൻ മേടിച്ചതാണ്, അല്ലാതെ എല്ലാം ഇട്ട് മിക്സിയിലിട്ട് അരയ്ക്കാറില്ല. അങ്ങനെയും ചിലതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എല്ലാവർക്കും ഇതുപോലെ നല്ല വളരെ അതിമനോഹരമായ നാടൻ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. വളരെ ഭംഗിയുണ്ട്. ഇത് എവിടെ ഉപ്പാ എൻ്റെ കത്തിരിക്ക? 1 കിലോ 20 രൂപ. അപ്പോൾ കിലോയ്ക്ക് 40 രൂപ. പുതിനാലയുടെ ഭംഗി കണ്ട. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യണേ. ഞാൻ കുറേ ഇതുപോലെ ഇടുന്നുണ്ടാവും. നാടൻ കാഴ്ചകളാണ്, മൈൻഡ് ബ്ലോയിങ് ആയിട്ട്, നമുക്ക് സ്ട്രെസ് റിലീഫായിട്ടും തോന്നാറുണ്ട് എനിക്കിത്. Thank you for watching friends. Bye.